ഈ കോൽക്കളി സ്കൂൾ കലാമേളയിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു ഹൈന്ദവ കോൽക്കളി എന്ന് എനിക്ക് വളരെ മുമ്പേ അഭിപ്രായമുണ്ട്. 998 വരെ കോൽക്കളി എന്നേ ഉള്ളായിരുന്നു ഈ സ്കൂൾ മാനുവലിൽ. 1998 ഇറങ്ങിയ മാനുവലിൽ കോൽക്കളി പുരാതന മാപ്പിള ഗാനങ്ങൾ ഈണത്തിപ്പാടി ചാനും ചരിഞ്ഞും കോലടിച്ച് വായ്ത്താരിയോടുകൂടി കളിക്കണം എന്ന് വലത്ത് ഭാഗത്ത് അതിനൊരു നിബന്ധന വെച്ചു. അതോടുകൂടി ഹൈന്ദവ കോൽക്കളി പോയി. മാപ്പിള കോൽക്കളി ഗംഭീരമായിട്ട് നടക്കുന്നില്ലേ, എല്ലാ സ്റ്റേജിലും കണ്ടില്ലേ, കള്ളിത്തുണി കൊടുത്ത് തലയിൽ കെട്ടി അസ്സായി പോലും കളിക്കുന്നുണ്ട്. നമ്മളെ കോൽക്കളി മോശമാണോ? പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അത് ഒഴിവാക്കി. ഇപ്പോൾ ഹിന്ദു കോൽക്കളി എടുത്തായിരുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ചിലപ്പം പറഞ്ഞു തരും. എടുത്തായിരുന്നില്ല, ഇതെന്തെന്നാ ഫലത്തിലെടുത്താലല്ലേ മറ്റൊന്ന് വേണമെന്ന് വെച്ചാൽ. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് മാപ്പിള കോൽക്കളിയും ഹൈന്ദവ കോൽക്കളിയും രണ്ടും രണ്ട് തന്നെയാണ്. രണ്ട് വിധികർത്താക്കളെ വെച്ച് രണ്ടും വിധി നിർണ്ണയിക്കണം, രണ്ടും നടക്കണം. ജീവിതത്തിൽ തളർന്നു പോയേക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു RN പീറ്റക്കണ്ടിക്ക്. അവിടെയെല്ലാം അദ്ദേഹത്തിന് കൂട്ടായത് കലയാണ്, കോൽക്കളിയാണ്. ഈ 81-ാം വയസ്സിൽ ഫോക്ലോർ അക്കാദമി അദ്ദേഹത്തെ ഫെലോഷിപ്പ് നൽകി ആദരിക്കുമ്പോൾ പീറ്റക്കണ്ടി ആശാനും ചില കഥകൾ പറയാനുണ്ട്. അത് ഈ നാടിൻ്റെ കോൽക്കളിയുടെ ചരിത്രം കൂടിയാണ്. അത് ഞാൻ പഴയ കോൽക്കളിക്കാരനാണ്. അപ്പോൾ ധാരാളം ആളുകളെ കോൽക്കളി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവർ ഒരു ഫെലോഷിപ്പ് കോൽക്കളിക്ക് വേണ്ടി എനിക്ക് പോക്കുലർ അക്കാദമിൻ്റെ ഫെലോഷിപ്പ് കിട്ടിയെന്ന് അറിയുന്നത്. കോൽക്കളി ഏതാണ്ട് ഞാനൊരു 10-12 വയസ്സുള്ളപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഇരുന്നാൽ പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 10-18 വയസ്സായപ്പം പഠിപ്പിക്കാൻ തുടങ്ങി. അത് മുതൽക്ക് ഇപ്പം 18 വയസ്സ്, ഇപ്പം 81 ഒരു 60 വർഷത്തോളമായിട്ടാണ്. പോളിയോ കൊച്ചുനാൾ 1 വയസ്സായപ്പം പോളിയോ വാസി ഈ കൈ തയ്ച്ച് കുഴഞ്ഞു പോയതാണ്. അതുകൊണ്ട് കുറേ ചികിത്സ കൊണ്ട് കുറച്ചൊന്ന് ഒരു ആരോഗ്യം കിട്ടിയാലുണ്ട്. ഇവിടെ മസിലൊന്നുമില്ല, ഇവിടെ മെലിഞ്ഞ് കിടക്കുന്നു. അപ്പം അങ്ങനെ മേലോട്ട് പൊക്കാൻ വയ്യ, പക്ഷേ വരെ പൊങ്ങും, ഇവിടം വരെ. അത് മതി കോൽക്കളിക്ക്. നേരെ കോല് വെട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് കോൽക്കളി കളിക്കാനൊക്കെ കൈ പറ്റും. കൈ എനിക്കൊരു പ്രശ്നമല്ല, കാരണം ഈ കൈ നന്നായ ഒരവസ്ഥ എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഓർമ്മയിൽ വരുമ്പം കൈ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇതൊരു നഷ്ടമായി തോന്നുന്നില്ല. കാരണം ഈ കൈ വെച്ച് ഞാൻ കോൽക്കളി പഠിപ്പിക്കും, കോൽക്കളി കളിക്കും, ഓട്ടം തുള്ളൽ പഠിപ്പിക്കും, ഓട്ടം തുള്ളൽ കളിക്കും. പിന്നെ അതുപോലെ പിന്നെ ഒപ്പന, ഡാൻസ്, തിരുവാതിരക്കളി മുതലായ ഒക്കെ കുട്ടികളെ സ്കൂളിൽ അവിടെ ഇവിടെയൊക്കെ വാർഷികത്തിനൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് കേരളത്തിൽ അങ്ങോളം അറിയപ്പെടുന്ന ഒരു ഓട്ടം തുള്ളൽ കലാകാരുണ്ട്, പ്രഭാകരൻ പുന്നശ്ശേരി. അതിൻ്റെ ശിഷ്യനാണ് പ്രഭാകരൻ പുന്നശ്ശേരിനെ ഞാൻ 6-ാം ക്ലാസ്സിൽ നിന്ന് ഓട്ടം തുള്ളൽ പഠിപ്പിച്ച് അരങ്ങേറ്റിയ. കരിവര മുഖവൻ ഗണപതി വരിക, കരിവര മുഖവൻ ഗണപതി വരിക, സഭ നടുവിൽ ചില കോൽക്കളി കാൺമാൻ, സഭ നടുവിൽ ചില കോൽക്കളി കാൺമാൻ, മഞ്ജുളവാണി സരസ്വതി എഴുന്നൾ, മഞ്ജുളവാണി സരസ്വതി എഴുന്നൾ, അംബുജലോചൻ ചരിതമുരപ്പാൻ, അംബുജലോചന ചരിതമുരപ്പാൻ. പല കലകളും കേരളത്തിൻ്റെ തനതായ കലകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പഠിച്ച് വെച്ച ആ കോൽക്കളിയും ആ കോൽക്കളിപ്പാട്ടും കഥകളും എല്ലാം കൂടി ഞാൻ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പേര് തന്നെ കോൽക്കളി ഗുരുനാഥൻ. എങ്കിലും നല്ല ഒരു വാശിയുള്ള രസമുള്ളൊരു കലയാണ്. പക്ഷെ ഇന്നത് എവിടെ ഇല്ല എന്നുള്ളതാണ് സങ്കടം. അപ്പോൾ എവിടെയെങ്കിലും ചെറുപ്പിടിക്കാണ്ട് ഒരു പുസ്തകം കിടന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടായെന്ന് അറിയാലോ ആർക്കെങ്കിലും. അതിനാണ് ഞാൻ ഇതിന് പൈസ മുടക്കിയത്. ഇതിന് ഒരുപാട് പൈസ മുടക്കുണ്ടായിട്ട് തിരിച്ച് കിട്ടുമെന്നും വിചാരിച്ചിട്ടല്ല, കിട്ടുകയില്ല. ഇവിടെ അകത്ത് കിടക്കുന്നുണ്ട്, ആരോ വാങ്ങുന്നതായിരിക്കും. വാങ്ങണമെങ്കിൽ ഇത് വേണം. ഇത് സ്കൂളിലൊക്കെ കോൽക്കളി അംഗീകരിക്കണം. അവിടെയാണ് ഏറ്റവും വലിയ ദുഃഖം എനിക്ക്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 മന്ത്രി സൈതരുമാ ചിന്ത
ചെയ്തുടനെ മുനികുൽ പുങ്കവനരുളാൽ പെയ്തൈ ചിന്ത ചെയ്തുടനെ മുനികുല പുങ്കവനരുളാൽ